ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. മാതുളങ്ങര ദേവീ ക്ഷേത്രം. അത് മഹാദേവി കുളങ്ങര ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞ് അത് മാതുളങ്ങര എന്നായതാണ് കേട്ടോ. തലേദിവസം ഒരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ വെള്ളമൊക്കെ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അകത്ത് കയറുകയാണ് കേട്ടോ. ഇവിടെ ഷർട്ട് ഊരിയിട്ടിട്ട് വേണം അകത്ത് കയറാൻ കേട്ടോ. ആദ്യം ഇത് ചെറിയൊരു ക്ഷേത്രമായിരുന്നു, പിന്നീട് അത് കുറച്ചും കൂടി വിപുലീകരിച്ച് വലുതാക്കി കേട്ടോ. ഇവിടെ ദുർഗാദേവിയാണ്, പിന്നെ അടുത്തിരിക്കുന്നത് ഗണപതിയാണ്. അതിൻ്റെ അപ്പുറത്ത് അയ്യപ്പനും, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നാഗദൈവങ്ങളും, പിന്നെ ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ, അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അർച്ചനയൊക്കെ കഴിപ്പിച്ചു, ഞങ്ങൾ തൊഴുതു, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ദേവിയോട് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് ദേവിയോടൊരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. എന്നെ ചോറ് കൂട്ടിയതും ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ ചേട്ടൻ എനിക്ക് പ്രസാദമൊക്കെ തൊട്ട് തന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയപ്പം ദേവിയുടെ മുഖമൊക്കെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ചിരിച്ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു അമ്മയുടേത്. അത് കണ്ടപ്പോൾ മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടായി കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചേട്ടന് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. ഒരു പുഷ്പം ഞാൻ ഇടത് സൈഡിൽ വെച്ച് കൊടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇടത്തെല്ലാം തോന്നും വെക്കുന്നത് വലത് സൈഡിലാണെന്നും പറഞ്ഞിട്ട് ചേട്ടൻ അതൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് നേരെ വിട്ടത് വല്യോളങ്ങര ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. വല്യോളങ്ങരയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭദ്രകാളിയാണ് ഇരിക്കുന്നത് കേട്ടോ. അവിടെയും നമുക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ വല്യോളങ്ങര ദേവീ ക്ഷേത്രം. ഇവിടെ കുംഭത്തിലെ അശ്വതി നാളിലാണ് ദേവിയുടെ ഉത്സവം. ആ സമയത്ത് നമ്മുടെ ബന്ധുക്കളെല്ലാവരും വരും കേട്ടോ. അമ്മയുടെ വീട്ടുകാരും അച്ഛൻ വീട്ടുകാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ. പൊടി പിള്ളേരടക്കം ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമുക്ക് ആ സമയത്ത് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമല്ലേ, എല്ലാവരും ഉണ്ടാവത്തില്ലേ. അപ്പം നമ്മൾ ഉത്സവത്തിന് എല്ലാവരും കൂടെ വരിക, അവരുമായിട്ടൊക്കെ പോവുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ. ആ സമയത്തെല്ലാം നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉത്സവത്തിനാകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ അടക്കം വിളിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാവും കൂട്ടത്തിൽ. അപ്പോൾ അവരോടൊക്കെ കഥകളൊക്കെ പറഞ്ഞ് അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് ഒരു സന്തോഷമല്ലേ അതൊക്കെ. പിന്നെ അതാ ഈ ആലിൻ്റെ ചവിട്ടി ഞാൻ എപ്പോഴും വന്ന് നിൽക്കാറുള്ള സ്ഥലമാണ് കേട്ടോ. പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്തെല്ലാം ഇങ്ങനെ ഒരു ആലില വെക്കും ഞാൻ. എന്തോ മനസ്സിനൊരു കുളിർമ, അവിടുത്തെ ആ സന്തോഷം ഉണ്ടല്ലോ, ഒന്നും പറയാൻ പറ്റാത്തത് തന്നെയാണ്. ഒരു തണുപ്പൊക്കെ ഇങ്ങനെ നമ്മുടെ കാലിൽ കൂടി ഇങ്ങനെ അരിച്ചു കയറുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. പിന്നെ അതാ ഈ അമ്പലക്കുളം. ആദ്യം ഇവിടെയായിരുന്നു കാല് കഴുകിക്കൊണ്ടിരുന്നത്, പിന്നെ അത് അപ്പുറത്തേക്ക് ആക്കിയതാണ്. പിന്നെ അറിയാവുന്നവരെയൊക്കെ നമുക്ക് കണ്ടു, അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് കേട്ടോ. ഇവിടെയും തൊഴുതു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.